മാറിപ്പോയതാണോ? വയ്യ കയറാൻ വയ്യ. പിടിക്കണോ? പിടിക്കണോ? ഇതെന്താ സംബന്ധം? രണ്ടുപേർക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? പിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? ഇല്ല മേഡം മേഡം ഇവിടെ ഇവിടെ 1 2 3. ഇതെന്താ സംഭവം? ഒരു പുതിയ സാമ്പത്തിക ബന്ധത്തിന്റെ ഐശ്വര്യമായ വലതുകാൽ വിൽപ്പാണ് ഇപ്പൊ കണ്ടത്. ഹലോ ദാമ്പത്യല്ലേ? അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ദാമ്പത്യ ബന്ധത്തിന്റെ പുതിയ ചുവടുവെപ്പാണ് ഇവിടെ കണ്ടത്. അല്ലേ ഇത് ഇന്നായിരുന്നു കല്യാണം? കഴിഞ്ഞത് നല്ല പച്ചയ്ക്ക് പച്ച ഫ്രഷ് വധുവരന്മാരാണ് ഈ നിൽക്കുന്നത്. കാണുമ്പോഴേ ഒരു ഭയങ്കര ഫ്രഷ്നസ്. ഇത് വധു, ഇത് നരവരൻ. നവവധു നരവരൻ. നരവരൻ അല്ല, നവവരൻ എന്നല്ലേ, നരവരൻ എന്നല്ലല്ലോ. അതങ്ങനെയാണ്. പക്ഷേ എന്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, എടാ നീ ഒരു കല്യാണം കഴിക്കാൻ ഈ നരവര വരേണ്ട സമയം വരെ എടുത്ത് കാത്തിരുന്നത് എന്തിനാണെന്ന് അതെന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അമ്പലത്തിലായിരുന്നില്ലേ കല്യാണം? അമ്പലത്തിൽ വെച്ചല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു കല്യാണം. അതായത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തേണ്ടി വന്നത്. അല്ല, എന്റെ വീട്ടിലും പ്രശ്നം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും എന്റെ 2 മക്കൾക്കും. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പുണ്ടായത്. മനസ്സിലായില്ലേ? എന്റെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പ് എന്താണെന്നറിയോ? ഈ മൂത്ത് നിറച്ച കിളവനെ കെട്ടിയതിന്റെ. അതുകൊണ്ടാണ് വീട്ടിൽ കയറ്റാത്തത്. അല്ല ചേട്ടാ, എന്താ ഭയങ്കര പ്രായമായി തോന്നുന്നുണ്ടല്ലോ ചേട്ടന്? പ്രായമുണ്ട്. ആണോ? അതെന്താന്ന് വെച്ചാല് ഞാന് ഇങ്ങനെ എന്റെ കൺസെപ്റ്റിനനുസരിച്ച എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു ഭാര്യ, ഒരു സങ്കല്പമുണ്ട്. എന്റെ സങ്കല്പത്തിനൊത്ത പെണ്ണിനെ അന്വേഷിച്ച് നടന്ന് എല്ലാം തികഞ്ഞ ഒരു പെണ്ണിനെ ഇപ്പോഴാണ് ഒത്തുകിട്ടിയത്. ഇപ്പോഴാണ് എല്ലാം തികഞ്ഞ ഒരു പെണ്ണിനെ ചേട്ടന് കിട്ടിയത്. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഇത് കാണില്ല, ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല, എന്തോ ഡിസ്റ്റൻസ് ഒന്ന് എന്തിനാ ഇങ്ങനെ? അല്ല, അത് വേറൊന്നുമല്ല, ചേട്ടന്റെ അടുത്ത് ചെല്ലുമ്പോ ഈ തൈലത്തിന്റെ കുഴമ്പ് അതൊന്നും അല്ലാതെ എന്താ പറയുക, ഈ പെണ്ണ് കാണാൻ നടന്ന് എന്റെ മുട്ടിന്റെ ചിരട്ടയുടെ ചെറിയൊരു തേയ്മാനമുണ്ട്. ഇപ്പൊ തൈലത്തിന്റെ പുറത്താണ് ഇത് ഓടുന്നത്. അല്ല, എന്തിനാ ഇവിടെ വന്നത്? അല്ല, അത് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴി എവിടെയെങ്കിലും ഈ നിലവിളക്ക് വെച്ച് കയറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ പോവായിരുന്നു. അപ്പോഴാണ് അലീന മോള് എല്ലാവർക്കും സ്വാഗതം, ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കേറി. അതെ, നമ്മുടെ ഈ 2 വീട്ടുകാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ചെന്ന് കേറാൻ ഇടമില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇന്നാണോ ആദ്യ രാത്രി? ആദ്യ പകലൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആദ്യ രാത്രിയെ കുറിച്ച് ആലോചിക്കാം. ഇത് പറയുമ്പോഴും എന്റെ ഉള്ളിൽ ഒരു ചെറിയ കിടുകിടുപ്പുണ്ട് കേട്ടോ. കിടുകിടുപ്പ് നിനക്കത് പറയാം, സ്വാഭാവികമാണ്. മാരേജ് അല്ലേ? എനിക്ക് ചിലപ്പോ കിടുകിടുക്കും. ശരിയാ, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? വേറൊരു കേസ്, നിങ്ങൾ ഇവിടെ വന്ന് കേറിയില്ലേ, ഇതിപ്പം ഇവിടെ ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും പോവും, ഇത് അടയ്ക്കുകയും ചെയ്യും. അല്ല, ചേട്ടനെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഈ ഡെയിലി റെന്റിന് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടാ? എന്റെ ദൈവമേ, അപ്പൊ അത്ര വലിയ കോടീശ്വരൻ ഡെയിലി റെന്റിനൊക്കെ ഫ്ലോറ്റ് ഉണ്ട്. അയ്യോ, വാടക ആവൂല ഇവിടെ? റെന്റ് 350 രൂപ ഉള്ളു ഡെയിലി. 350 ഫ്ലാറ്റിനോ? നമ്മുടെ KSRTC ബാക്ക് സൈഡിലെ ഫ്ലാറ്റ് ലോഡ്ജ് ഇല്ലേ, ഫ്ലാറ്റ് ലോഡ്ജ്, അവിടെയാണ് 350 രൂപ ഒരു ദിവസം. നല്ല റൂമാണ്. ലോഡ്ജിന്റെ പേരാണ് ഫ്ലാറ്റ്. പിന്നെ ലോഡ്ജ് അങ്ങനെ പറയരുത്. ഞാൻ വരത്തില്ല. തീരുമാനം എടുക്കരുത്. നീ പേടിക്കുന്ന പോലൊന്നുമില്ല. പിന്നെ സന്ധ്യ മയങ്ങുമ്പോ കുറച്ച് കൊതുക് കാണും, സ്വാഭാവികം. കൊതുക് കാണും. പിന്നെ ഫാൻ ഇടുമ്പം ചെറിയ സൗണ്ട്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ലോഡ്ജില് ഞാൻ വരത്തില്ല. വിഷമിക്കാതെ, അതിനുള്ള വഴി നമുക്ക് അങ്ങനെ കടുപ്പം പിടിക്കാതെ നമുക്ക് ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട, അതിന് വേറെ വഴി നമുക്ക് പോകാൻ വഴിയില്ലേ? ഇല്ല, അതൊക്കെ റെഡിയാക്കും കേട്ടോ, അത് പുള്ളിക്ക് കഴിവുണ്ടത്. എനിക്ക്
നോബി, ഓ പറയണ്ട. ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലല്ലേ? എന്ത് പറ്റി? അല്ല, എപ്പോ നോക്കിയാലും ഇവിടെ ഇരിക്കുന്ന കാണാം. ഞാനും ഇതുപോലെ പരിപാടിയൊന്നും ഇല്ലാത്ത സമയത്ത് കലങ്ങെ പോയിരിക്കും. അല്ല, ഞാൻ ഇവിടെ വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ട്, അങ്ങോട്ട് പോകും. ഇപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വീട്ടിൽ പോവോ? അല്ല, ഇത് പിന്നെ നാളെ കൂടെ കഴിഞ്ഞാൽ ഞാൻ നേരെ കോഴിക്കോടിന് കൂടെ ഷൂട്ടുണ്ട്. കോഴിക്കോട് പോവാ. അതെ അതെ. അങ്ങനെയാണ് എന്തിനാണ് ഈ വീട് അടച്ചിട്ടേക്കുന്നത്? ആ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ നിങ്ങളുടെ വീടും നോക്കി നോബി തിരിച്ചു വരുന്നതും വരെ ഞങ്ങള് ഞങ്ങളുടെ ഹണിമൂണും അപ്പോഴേക്കും കഴിയുമല്ലോ. അല്ല, സംഭവം അവിടെ ഞാൻ പോകുന്നേ ഉള്ളു. വീട്ടിൽ എന്റെ ഫാമിലി എല്ലാരും ഇവിടെ ഉണ്ട്, ആൾക്കാരെല്ലാരും ഉണ്ടോ? ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ട്, വീട്ടിൽ. അത് ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആകും. പ്രൈവസി പ്രൈവസി നഷ്ടപ്പെടും. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ നിങ്ങൾ റൂം കൊടുക്കാറുണ്ടെന്നാണല്ലോ അറിയുന്നത്. ഷൂട്ടിന് വരുമ്പോ നമുക്ക് ഇവിടെ സ്റ്റേ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു റൂം തന്നെ. അത് നമ്മള് ഷൂട്ടിന് വരുന്ന ഇപ്പൊ ഞാൻ ആങ്കേഴ്സ്, ഇവര് ഗസ്റ്റ്, അപ്പൊ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിന് വരുന്നവരല്ലോ. അപ്പൊ അവർക്ക് ചെയ്യാനുള്ള റൂം അല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് റൂം തന്നൂടെ? നമുക്ക് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം റൂം അതങ്ങനെയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പെർഫോമൻസിന് റൂമുള്ളല്ലേ? അതെ അതെ. ഇവള് നല്ലപോലെ പെർഫോം ചെയ്യും. നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൂം തരും. ഇതൊന്ന് പിടിക്കോ? ആ, പിന്നെ തീർച്ചയായിട്ടും. എനിക്ക് പാട്ട് വേണം പെർഫോം ചെയ്യണമെങ്കിൽ. നല്ലൊരു കൈയടി. അതാ നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയേക്കാൻ പോവാണ്. നമ്മൾ വെറുതെ പറഞ്ഞല്ലേ. എന്നെ തല്ലുവല്ലേ? കടിക്കുന്നോടി, നീ പുക്കളി വെച്ച് ഇഞ്ചക്ഷൻ എടുക്കണല്ലോ ഭഗവാനെ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ താരവിളയാട്ടം? അടിപൊളി. ഇതാണോ അഭിനയിച്ചാണോ? ആ, ഇതാണ് താരവിളയാട്ടം. ഇവിടെ പേരെന്താന്നറിയാ? താര. ഇപ്പൊ ഇവളിവിടെ കാണിച്ച വിളയാട്ടമാണ് താരവിളയാട്ടം. അത് പൊളിച്ചു. അത് കിടിലായിരുന്നു. ആണല്ലേ? ഞെട്ടിച്ചു ഞങ്ങൾ. ഞങ്ങൾക്കൊരു റൂം താ. അയ്യോ, റൂം താ. റൂമാ നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്. അതെ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ പറഞ്ഞു വന്നോ. അല്ല, റൂം ഇട്ടാലും ഞങ്ങൾ ഇനി പോവില്ല. അവരതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങളോട് വാക്ക് തന്നതാ. അതെ. ശ്രീവിദ്യാന്റെ റൂം കാലിയാവും. അല്ല, പക്ഷെ ഭർത്താവുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഫ്രീ ആയിട്ടുള്ളത് അഖിലിന്റെ റൂമും ഡയന റൂമും. അണ്ണ ഡയന റൂമിൽ, ചേച്ചി അഖിലിന്റെ റൂം. നീയും അണ്ണനും ഒരു റൂമില്, ചേച്ചി തൽക്കാലം ഡയന. അതിരാത്രി കേട്ടാ കേട്ടാ പോവാ. അല്ല, വേറെ വഴി നോക്കിക്കോളാം കേട്ടാ. പിണങ്ങി പോവല്ലേ? വാക്ക് പറഞ്ഞിട്ട് കാല് പറഞ്ഞു. പിന്നെ